ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു അടിപൊളി ഞണ്ട് റോസ്റ്റ് വെച്ചാലോ? നമുക്ക് ഞണ്ട് നന്നാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ വലിയ കാലുകൾ നമുക്ക് മാറ്റി വെക്കാം. ചെറിയ കാലുകൾ പൊട്ടിച്ച് കളയാം. ഇതിൻ്റെ ഈ സൈഡിൽ കൈ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ സിമ്പിളായി ഇത് കിട്ടും. അത് കഴിഞ്ഞാൽ ഈ ബ്രഷ് ഉള്ള ഭാഗം ഒന്ന് ഇങ്ങനെ ബ്രഷ് പോലെ ഇങ്ങനെ കാണാം. അതൊന്ന് ഇങ്ങനെ കത്തി കൊണ്ട് ചിരണ്ടി കളയാം. ഇത് കമത്തി പിടിച്ചിട്ട് ഇത് ഇവിടുന്ന് ഇതൊന്ന് പൊട്ടിച്ച് കളയാം. ഒന്ന് ക്ലീൻ ചെയ്യാം. കണ്ട, ഞണ്ട് നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. കണ്ട, ഇതുപോലെ നല്ല വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ നമുക്ക് മിക്സിയിലേക്ക് ഇടാം. ഒരു ടീസ്പൂൺ കുരുമുളക് ഇതിലിട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ പെരിഞ്ജീരകം ഇടാം കേട്ടോ. ഇത് നമുക്ക് മിക്സിയിലിട്ട് വെച്ചൊന്ന് അടിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്കിതിലേക്ക് നമ്മൾ മിക്സിയിലിട്ട് ഇപ്പോൾ പൊടിച്ചുള്ളതാണ് ചെറിയ ഉള്ളി ഇതൊക്കെ. അത് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. 3 സബോള, 2 മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറുനാരങ്ങയുടെ നീര് ലേശം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ലേശം ഉപ്പിട്ട് കൊടുക്കാം. സബോള വാടിയിട്ട് ഇനി നമുക്ക് മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇടാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഗരം മസാല 1 ടീസ്പൂൺ ഇടാം കേട്ടോ. തീ കുറച്ചിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മുളകൊക്കെ നന്നായി മൂത്തുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 2 ചെറിയ തക്കാളിയാണ് ഞങ്ങൾ എടുത്തുള്ളത്. തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊരു 2-3 സെക്കൻഡ് മൂടി വയ്ക്കാം. അപ്പോൾ തക്കാളിയുടെ പച്ചമണമൊക്കെ പോയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞണ്ടിടാം. വെള്ളം ഒഴിക്കാതെ നമുക്ക് ഒരു 5 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കണം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ആയിണ്ട്. 5 മിനിറ്റ് ആയിണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർക്കണം. ഒരു കപ്പ് വെള്ളം ഒഴിച്ച് വേവിക്കാവേ നമുക്ക്. ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ലേശം വേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് തീ കൂട്ടിയിട്ട് വേവിക്കാം. ഹായ് കൂട്ടുകാരെ, നല്ല അടിപൊളിയായിട്ട് ഞണ്ട് കറി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു രക്ഷയുമില്ല, ഒന്നും പറയാനില്ല. സൂപ്പർ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾ. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ